നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മറ്റൊരു പേരിൽ സജീവമാകുന്നതായി സൂചന. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പുതിയ പേരിലാണ് PFIയുടെ രഹസ്യ പ്രവർത്തനമെന്നാണ് വിവരം. സംഘടനയുടെ പേരിൽ താമരശ്ശേരി ബിഷപ്പിന് വധഭീഷണി കത്ത് ലഭിച്ചതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി ശിവദാസ് ചേരുകയാണ്. ശിവദാസ്, വളരെ ഗൗരവമായ ഒരു സാഹചര്യം. നേരത്തെ ഇവർ മറ്റു പല സംഘടനകളിലേക്ക്, ഒരുപക്ഷെ ഒരു വേളയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കൊക്കെ നുഴഞ്ഞു കയറി പ്രവർത്തനം സജീവമാക്കുന്നതിനിടെയാണ് ഇതാ വീണ്ടും ഒരു സംഘടിത രൂപത്തിലേക്ക് ഈ ഭീകരർ എത്തുകയാണ്. എത്രത്തോളം നിർണായകമാണ്? എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരാണ് PFIയെ നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അത് മതമൗലികവാദ സംഘടനയാണ്, രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം നടത്തുകയാണ് എന്ന് കണ്ടെത്തിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. കൃത്യമായ പരിശോധനകൾക്കും അതോടൊപ്പം തന്നെ കൃത്യമായ പല കാര്യങ്ങളും ശേഖരിച്ചതിന് ശേഷം, തെളിവുകളടക്കം ശേഖരിച്ചതിന് ശേഷമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു NIA അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അതോടൊപ്പം തന്നെ ED അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 61 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ED PFIയുടെ കണ്ടുകെട്ടിയിരിക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ 5 കോടി രൂപയുടെ, പിന്നീട് തൊട്ടടുത്ത മാസങ്ങളിൽ 56 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ PFI വലിയ രീതിയിലുള്ള പ്രവർത്തനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ദേശീയ നേതാക്കൾ അടക്കം ജയിലിലായിരുന്നു. OMA സലാം അവരുടെ ദേശീയ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ ദേശീയ സെക്രട്ടറി എളമരം നസറുദ്ദീൻ അടക്കമുള്ള അവരുടെ പ്രധാനപ്പെട്ട തലപ്പത്തുള്ള ആളുകളടക്കം ജയിലിലായിരുന്നു. പിന്നീട് അവരുടെ പ്രവർത്തനം വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല. കാരണം കേന്ദ്ര സർക്കാർ അടിവേര് അറുക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിരുന്നത്. പക്ഷേ അവരുടെ പ്രവർത്തകർ പിന്നീട് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ PFI പ്രവർത്തകർ ഉണ്ടായിരുന്നത്. അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ മലബാർ കേന്ദ്രീകരിച്ചായിരുന്നു. മലബാറിലെ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഇത്തരത്തിലുള്ള സ്വത്ത് കണ്ടുകെട്ടലും അതോടൊപ്പം തന്നെ പ്രധാന നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്ന വിഷയവും എല്ലാം തന്നെ അവരുടെ പ്രവർത്തനത്തെ താളം തെറ്റിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം പല സംഘടനകളെയും അവർ നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPMൽ അടക്കം PFI പ്രവർത്തകർ നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഒരു പുതിയ രൂപത്തിൽ വരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. IDFI എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് രഹസ്യമായി പ്രവർത്തിക്കുന്നതായാണ് വിവരം. അതായത് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് അവരുടെ പ്രവർത്തനം. ഇതിൻ്റെ പേരിലുള്ള ഒരു കത്ത് താമരശ്ശേരി ബിഷപ്പിന് വന്നിട്ടുണ്ട്. താമരശ്ശേരി ബിഷപ്പിന് ഭീഷണി കത്ത് അയച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ചില സൂചനകൾ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും അതീവ രഹസ്യമായി ഈ സംഘടന പുതിയ പേരിൽ PFI പുതിയ പേരിൽ പ്രവർത്തിക്കുന്നതായുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട്. നിലവിൽ താമരശ്ശേരി ബിഷപ്പ് ഇപ്പോൾ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് തപാലിൽ ഈ ഒരു ഊമക്കത്ത് എത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുടർച്ചക്കാർ എന്ന് കൃത്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ 90% റവന്യൂ വരുമാനം സർക്കാരിന് നേടിക്കൊടുക്കുന്നത് ഇസ്ലാമിക് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 70% സംവരണം ഇസ്ലാമിക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകണം. അതോടൊപ്പം തന്നെ മതാചാരങ്ങൾ, ഇസ്ലാമിൻ്റെ മത ആചാരങ്ങൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് ചെയ്യാനുള്ള അനുമതി ഞങ്ങൾക്ക് തരണം. അല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഈ ഇത്തരം വിഷയങ്ങൾ താല്പര്യം. ഒരു കാര്യം, ഈ ഭീഷണി കത്ത് ഞാൻ മനസ്സിലാക്കുന്നത് സെന്റ് റീത്താസ് സ്കൂള് മാനേജ്മെന്റിനെതിരെയും ഈ ഭീകര സംഘടന ഭീഷണി കത്ത് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ താമരശ്ശേരി ബിഷപ്പിന് അയച്ച കത്തിൻ്റെ ഉള്ളടക്കം കൂടി ഒന്ന് ആ വിഷയത്തിലേക്ക് കൂടി ഒന്ന് ശിവദാസ് കടക്കാമോ? അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന ഇത്തരത്തിലുള്ള ഈ സംഘടനയുടെ പ്രവർത്തന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ പള്ളുരുത്തിയിലെ ഈ സ്കൂളിൽ നടന്ന ഹിജാബ് 2047 ഈ ഭാരതം പിടിച്ചെടുക്കും, ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരും എന്നൊരു സമഗ്ര പദ്ധതിയൊക്കെ ആയിട്ടാണ് PFI രംഗത്തിറങ്ങിയത്. ആ ഭീകര സംഘടനയ്ക്ക് എത്രത്തോളം വലിയ രീതിയിൽ റൂട്ടുണ്ട് എന്നൊക്കെ നമ്മളന്ന് മനസ്സിലാക്കിയാണ്. പക്ഷേ അവിടെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ഡൽഹിയിൽ ഭരിക്കുന്നത് എന്നത് മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഇവിടെ ഹർത്താൽ നടത്തി പൊതുമുതലൊക്കെ നശിപ്പിച്ച് ഈ ഭീകരർ താണ്ഡവമാടിയപ്പോൾ, ഈ ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ അവരുടെ സ്വത്തുകൾ തിരിച്ചു പിടിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ണൂരിട്ടിട്ട് പോലും ഒരു ഇഞ്ചനങ്ങാത്തൊരു സർക്കാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫക്റ്റീവായിട്ടൊരു സിസ്റ്റം ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
തീർച്ചയായും അതുതന്നെയാണ്. കാരണം കേരളത്തിൽ കൃത്യമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നത്. ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ വന്ന സമയത്ത് കേരളം ഭീകരതയുടെ ഹബ്ബായി മാറുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് പിന്നീട് വലിയ ചർച്ചയായിരുന്നു. അത്തരത്തിൽ കൃത്യമായി തന്നെ നമുക്ക് പല വിഷയങ്ങളും നമുക്ക് മുൻപിൽ ഉണ്ട്. ഇത്തരത്തിൽ പല ഇടങ്ങളിലും പ്രധാനപ്പെട്ട ഭീകരവാദികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ PFIയുടെ പ്രധാന നേതാക്കളടക്കം കേരളത്തിൽ ഉള്ളവരാണ്. അവരുടെ ദേശീയ സെക്രട്ടറിയും ദേശീയ പ്രസിഡന്റും മറ്റു ദേശീയ ചെയർമാനും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം കേരളത്തിലാണ്. പ്രധാനമായും ഫണ്ട് വരുന്നത് കേരളത്തിലേക്കാണ്. വിദേശത്ത് നിന്ന് അടക്കം ഫണ്ട് വരുന്നത് കേരളത്തിലേക്കാണ്. ഇത്തരത്തിൽ കേരളത്തിൽ അവർക്ക് കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു ഇടമായി മാറുന്നുണ്ട്. അതിനെ ഇടത് വലത് മാറി മാറി വരുന്ന സർക്കാരുകൾ അവർക്ക് ഒത്താശ ചെയ്ത് നൽകുന്നുണ്ട്. കാരണം ഇത് ഒരു വോട്ട് ബാങ്ക് മാത്രമായി കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ശക്തികളെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാടുകളാണ് ഇടത് സർക്കാരാണെങ്കിലും അതിനു മുൻപ് ഭരിച്ചിരുന്ന വലതു സർക്കാരാണെങ്കിലും സ്വീകരിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള നിലപാടുകളും സമീപനവും കൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദ സംഘടനകൾക്ക് കേരളത്തിൽ കൃത്യമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അത് അവർക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ കാരണമാണ് PFIയെ നിരോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷവും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം തന്നെ അവർ പല ഇടങ്ങളിലും രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പൂട്ടിടുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാർ പിന്നീടും തുടർന്ന് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സ്വത്തുക്കളും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാപനങ്ങളും അടക്കം കണ്ടുകെട്ടുന്ന ഒരു നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ED അടക്കമുള്ളവ പോയിരുന്നത്. മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി അടക്കം പൂട്ടിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൃത്യമായി തന്നെ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി അതൊരു മത മൗലികവാദ സംഘടനയാണ്, മത പരിവർത്തന കേന്ദ്രമാണ് എന്ന് ED തന്നെ കണ്ടെത്തിയിരുന്നു. പല ട്രസ്റ്റുകളുടെയും പേരിലാണ് ഇത്തരം സംഘടനകൾ ഈ ഒരു സംഘടന പ്രവർത്തിച്ചിരുന്നത്. അതായത് മലബാർ ഹൗസ് ഒരു ട്രസ്റ്റായി രൂപീകരിച്ച് അതുവഴി ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രവർത്തന രീതി. ചാരിറ്റിയുടെ പേരിൽ, ചാരിറ്റിയുടെ മറവിൽ അവർ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അവരുടെ ഭീകരവാദ പ്രവർത്തനം ഇവിടെ വലിയ രീതിയിൽ തന്നെ നടപ്പാക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായി വർഷങ്ങളെടുത്തും മനസ്സിലാക്കിയും പരിശോധിച്ചുമാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ട് അവർക്ക് ബാൻ നൽകിയിരുന്നത്, അവരെ നിരോധിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അവർ മറ്റു പല സംഘടനകളിലും നുഴഞ്ഞു കയറി പ്രവർത്തിച്ചു. ഇപ്പോൾ രഹസ്യമായി IDFI എന്ന ഒരു പേരിൽ അവർ വീണ്ടും പ്രവർത്തനം സജീവമാക്കുന്നതായി ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ പല സ്വത്തുക്കളും, നിലവിലുള്ള സ്വത്തുക്കളടക്കം കണ്ടുകെട്ടിയിട്ടുണ്ട്. വ്യാപകമായി തന്നെ കണ്ടുകെട്ടലടക്കമുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പല സ്വത്തുക്കളും കണ്ടുകെട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് ശിവദാസ് ഈ നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി. ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംഘടിത ശക്തികളും ഭീകര ശക്തികളൊക്കെ സ്വാഭാവികമായിട്ടും ഒന്നിച്ചു കൂടും. അത് വോട്ട് ബാങ്കൊക്കെ പേടിച്ചുകൊണ്ട് ആരാണ് ഇതിനൊക്കെ നിലപാട് എടുക്കേണ്ടത് അവർ മിണ്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ ഒരു പ്രതീക്ഷ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയിൽ മാത്രമാണ്.